തിരുപ്പൊങ്കാൽ സമർപ്പിക്കുന്നതിനു വേണ്ടി ചേരി ദേവി ക്ഷേത്ര സന്നിധിയിൽ എത്തിയിരിക്കുന്നത് രാവിലെ 6:57 തന്നെ ഭണ്ഡാരടുപ്പിയിലേക്ക് ജലദീപം അവിടെ നിന്ന് ഭണ്ഡാരടുപ്പിൽ നിന്നും അഗ്നി കാഴ്ചയാണ്. എങ്ങനെയുണ്ട് ഇവിടെ? പറയാൻ പാടാ. പറയണമെങ്കിൽ കാര്യങ്ങൾ അറിഞ്ഞെങ്കിലേ അങ്ങനെ ലിസ്റ്റ് കംപ്ലൈന്റ് ഉണ്ട്. പ്രേക്ഷകർക്ക് പ്രേക്ഷകരോട് ഒരു വർഷമാണ് ലിസ്റ്റ് കംപ്ലൈന്റ് ആണ്. രാവിലെ സാറേ ദേവസ്വം കമ്മിറ്റി അംഗമാണ് രവികുന്നുള്ള. ഉത്സവ കമ്മിറ്റിയുടെ കൺവീനറാണ്. ദീർഘകാലം ക്ഷേത്ര ഭരണസമിതിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അഭീഷ്ടവരവായനയും ഭക്തവത്സരയും അതി തേജസ്വിനിയും വിളിച്ചാൽ വെളിപ്പുറത്ത് അണയുന്ന പുത്തൂർ ചെറുമങ്ങാട് ചേരി ദേവി ക്ഷേത്രത്തിലെ മകരപ്പൊങ്കാല മഹോത്സവമാണ്. ഈ ക്ഷേത്രത്തെ പൊങ്കാല അർപ്പിക്കുക എന്ന് പറയുമ്പോൾ ഭക്തജനങ്ങൾക്ക് അതിൽ കവിഞ്ഞ് മറ്റൊരു സായുജ്യവും ഈ ജീവിതത്തിൽ നേടാനില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഭക്തജനങ്ങളുടെ ഇപ്പോഴത്തെ നിലനിൽപ്പ്. ദേവിയുടെ അഭീഷ്ടകാര്യ സിദ്ധിക്കായി ദേവിയുടെ മുന്നിൽ പൊങ്കാല അർപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു വർഷത്തെ നീണ്ട കാലത്തെ ഭക്തജനങ്ങളുടെ കാത്തിരിപ്പും ആ സബലീകൃതമായ എന്റെ സന്തോഷവും ഈ ക്ഷേത്ര മൈതാനത്ത് കാണുന്ന ഒന്നടങ്കലിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലുപരി എല്ലാ വർഷവും നടത്തി ഉള്ളതുപോലെ ഭക്തജനങ്ങൾക്ക് പൊങ്കാല അർപ്പിക്കാൻ ഭക്തജനങ്ങൾക്ക് അന്നദാനത്തിനുള്ള സൗകര്യം ഇന്നിവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരുവിധം യുവാക്കളുടെ സജീവ പ്രവർത്തനത്തിന്റെയും അവരുടെ കഠിനാധ്വാനത്തിന്റെയും അവരുടെ കയ്യിൽ നിന്ന് സാമ്പത്തികം എടുത്തു തന്നെയാണ് ഈ പൊങ്കാല അർപ്പിക്കാൻ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഇവിടെ അന്നദാനം സജ്ജമാക്കിയിട്ടുള്ളത്. അത് പൊങ്കാല നിവേദ്യം കഴിഞ്ഞ ഉടനെ തന്നെ ആ അന്നദാന വിതരണം ഇവിടെ ക്ഷേത്ര മഹാരാജാർക്ക് ആരംഭിക്കുന്നതാണ്. ഇവിടെ 101 കലത്തിലും 51 കലത്തിലും അങ്ങനെ അവനവന്റെ യഥാശക്തിക്കനുസരിച്ച് നേർച്ച പറയുന്നതനുസരിച്ചുള്ള പൊങ്കാല അടുപ്പുകളാണ് ഇന്നിവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. നീണ്ടു പോയിട്ടുണ്ടായിരുന്നു പണ്ട്. ഇനിയും ഭാവിയിൽ ഇത്തരത്തിൽ ഭക്തജനങ്ങളുടെ ഈ അഭീഷ്ടകാര്യങ്ങൾ സമീകൃതമാകുമ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള പൊങ്കാല അടുപ്പുകളുടെ എണ്ണം വർഷം തോറും കൂടുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ ദൃശ്യം കഴിഞ്ഞത്. അതായത് ഓരോ വർഷം കഴിയും തോറും ഭക്തജനങ്ങളുടെ തിരക്കും പൊങ്കാല അടുപ്പുകളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇനിയിപ്പം ക്ഷേത്രത്തിൽ നടക്കാവുന്ന അടുത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അടുത്ത പറയിടിയിലാണ്. പറയിടിയിൽ കഴിഞ്ഞാൽ ഉടൻ തന്നെ മാടനൂട്ടുണ്ട്. മാടനൂട്ടിനിടയ്ക്ക് വെച്ച് തന്നെ സർപ്പദൈവങ്ങൾക്ക് നൂറും പാലും ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് തിരുവാതിര മഹോത്സവത്തോട് നമ്മൾ അടുക്കുന്നത്. തിരുവാതിര മഹോത്സവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ പുരാതനമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കെട്ടുത്സവത്തിന് അപ്പൂപ്പൻ എഴുന്നള്ളിക്കുന്ന ഒരു പുരാതനമായ ഒരു കാര്യമാണ്. സ്ക്രിപ്റ്റിലാണ് ഇത് പണ്ട് മുതലേ കൈകാര്യം ചെയ്യുന്നത്. അത് ഇപ്പോഴും അവർ തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരിയിൽ മാവ് ഏതാണ്ട് 500 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു മാവ് ഈ ക്ഷേത്രത്തിന്റെ തെക്കുവശത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഞാൻ എന്റെ ഈ കുഞ്ഞൻ വിശ്രയുടെ ശ്രീ കുഞ്ഞൻ സാറ് മരിച്ചുപോയി. അദ്ദേഹത്തിന് 100 വയസ്സുള്ളപ്പോൾ അദ്ദേഹം മരിച്ചത്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ കൊച്ചുനാൾ തൊട്ട് ഈ മാവ് ഇങ്ങനെ നിൽക്കുന്നു എന്നതാണ്. അപ്പൊ എത്ര തലമുറ കഴിഞ്ഞാണ് ഈ മാവ് ചേരിയിൽ മാവ് എന്ന് നിൽക്കുന്നുള്ള കാര്യം നമുക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. അത്രത്തോളം പഴക്കമുള്ള അതിപുരാതനമായ ഒരു ദേവവൃക്ഷമാണ് ഈ ചേരിയിലെ മാവെന്ന് പറഞ്ഞാൽ. അത് ഈ ക്ഷേത്രത്തിൽ ഏറ്റവും സ്വാദിഷ്ടമായ മാമ്പഴമാണ് ഈ മാവിൽ നിന്ന് വീഴുന്നത്. അത് പിന്നെ ഒരു പ്രസാദത്തിന് ഉപരിയാണ് ആ മാമ്പഴത്തിന്റെ രുചി എല്ലാവരെയും നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും
വളരെ പ്രാചീനമായ പുരാതനമായ പല രീതിയിലുള്ള ഐതിഹ്യങ്ങളുമുള്ള ഒരു ക്ഷേത്രമാണ് പുത്തൂർ ചെറുമങ്ങാട് ചേരി ശ്രീ ദുർഗാദേവി ക്ഷേത്രം. ഇവിടെ കന്നിസദ്യക്ക് 41-ന് ഇവിടെ ഭക്തജനങ്ങൾ എത്തുകയും ആ കന്നിസദ്യ വഴിപാട് പങ്കുചേരുകയും ചെയ്യും. അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് ഈ ക്ഷേത്ര മൈതാനത്തിന്റെ. ഇപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിനി നടക്കാനുണ്ട്. ഇവിടെ നമ്മള് ചെമ്പിൽ പൊതിഞ്ഞ അല്ലെങ്കിൽ തകിട് പൊതിഞ്ഞ ശ്രീകോവിലും നമസ്കാര മണ്ഡപവും, അത് കഴിഞ്ഞ് ഇനിയിപ്പോ നമ്മൾ നാലമ്പലം പണി കഴിഞ്ഞു, ഇനിയിപ്പോ കൊടിമരവും നടപ്പാതയും വരും. അത് കഴിഞ്ഞ് ക്ഷേത്രത്തിന്റെ ഇനി വികസന പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളുടെയും അതുപോലെ എല്ലാ ദേവിയുടെ എല്ലാ ഭക്തജനങ്ങളുടെ സാന്നിധ്യമാണ് ഇന്ന് ക്ഷേത്ര മൈതാനത്ത് നമ്മൾ കാണാൻ കഴിഞ്ഞത്. അതിൽ വളരെയധികം കർമ്മസമിതിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കർമ്മസമിതി നടത്തുന്ന ഏത് കാര്യത്തിനും ഭക്തജനങ്ങളുടെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെട്ടുവത്സവമാണ് നമ്മുടെ 2 ആറുകാള. ഈ ആറുകാള എന്ന് പറയുമ്പോൾ ഈ പരിസരത്ത് വേറെ മറ്റ് ക്ഷേത്രങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു കെട്ടുവെപ്പിനെയാണ് ആറുകാള സമർപ്പണം എന്ന് പറഞ്ഞത്. അത് വർഷങ്ങളായിട്ട് ഇവിടെ ഒരു ആറുകാള ഈ ക്ഷേത്രം ഉണ്ടായ കാലം മുതൽ ഇവിടുത്തെ പൂർവികന്മാര് മേലിലും ഇനി അങ്ങോട്ടും ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ പുരോഗമന പ്രവർത്തനങ്ങൾക്കും എല്ലാ ഭക്തജനങ്ങളുടെയും നിർലോഭമായ സഹായ സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ദേവി അഭീഷ്ടവരദാനിയായ ദേവിയാണ്. ആ ദേവി എന്ത് കൊടിയെന്ന് കരഞ്ഞ് അമ്മയുടെ മുന്നിൽ വന്ന് കരഞ്ഞ് എന്ത് പ്രാർത്ഥിച്ചാൽ ആറുകളുടെ പണിയാണോ? അരകാള കെട്ടുത്സവത്തിന്റെ ഒക്കെ എന്റെ പണികളൊക്കെ വൃത്തി ചെയ്തതാണ്. എന്റെ പേര് മോഹൻ. എത്ര വർഷം കൊണ്ട് നടന്നു? ഇവിടെ എനിക്ക് ഞാനിപ്പോ എന്താ പറയാ എന്റെ അച്ഛനപ്പൂപ്പന്മാരുള്ള കാലം തൊട്ട് എന്റെ ആറുകാളൊക്കെ അതിന്റെ തടിയുടെ പണി.
എത്ര കാലത്തിലാ ഇവിടെ കിട്ടുന്നത്? ഇത് 51 കാലത്തിലാ സാറേ. ആരോ സാറേ ഇതിരുന്നത്? സാറാണ്. അത് ഓപ്പോസിറ്റ് സുരേഷ് കുമാർ. 51 കൊല്ലത്തിലെ പൊങ്കാല. ഇത് എൻ്റെ മോനുണ്ടായപ്പോ നമ്മള് അന്നേ ഒരു നേർച്ച പറഞ്ഞിരുന്നേ അമ്മയുടെ തിരുമുമ്പില് നമുക്ക് 51 തരത്തിലെ പൊങ്കാല ഇടണം. ഒരു നേർച്ച. അമ്മയാണല്ലോ നമ്മുടെ ഐശ്വര്യം, നമ്മുടെ എല്ലാ കാര്യത്തിലും അമ്മയാണ്. അത് വിശ്വാസമാണ്. ഇവിടെ നമ്മള് കൈകൂപ്പുകയും ഒരുപക്ഷെ വരാൻ പറ്റാതെ വീട്ടിലിരുന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുമ്പം തന്നെ നമുക്ക് പ്രയോജനമാണ്. ആപത്തുകൾ ഒഴിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അമ്മയാണ് ഞങ്ങൾക്കെല്ലാം. ശരീരമ്മയാണ്. അതെ. നമുക്കിപ്പോ ഹിന്ദുവെന്നോ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ വരുന്നുണ്ട് ഇവിടെ. രാഷ്ട്രീയ വിവേചനം ഇല്ലാതെ, വർഗ വിവേചനം ഇല്ലാതെ, ജാതി വ്യത്യാസം ഇല്ലാതെ എല്ലാ കൂട്ടം ആൾക്കാർക്കും വന്ന് ഭക്തിപൂർവ്വം ആദരിക്കുമ്പോൾ അതിൻ്റെതായ പ്രയോജനം മാഷിനറിയാമല്ലോ. ഈ അമ്പലത്തിന്റെ 4 വശമുള്ളവരെല്ലാം ഐശ്വര്യമുള്ളവരാണ്. പഴയ അവസ്ഥയല്ല, എല്ലാവർക്കും പുരോഗതി ഉണ്ടായിരുന്നു. അത് ഈ അമ്മയുടെ ഈ നാടിന്റെ ഒരു പ്രത്യേകതയാണ്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പം അതെ അനുഭവങ്ങൾ ക്ഷേത്രത്തിന്റെ ഐശ്വര്യം എന്നുവെച്ചാൽ ഇവിടെ യാത്ര ചെയ്ത് പോകുന്നവര്, വാഹനങ്ങളിൽ പോകുന്നവരെല്ലാം രാവിലെ അമ്മയൊന്ന് വണങ്ങി അല്ലെങ്കിൽ ഒരു പൂമാല മേടിച്ചിട്ട് വാഹനക്കാർക്ക് പോലും അതിൻ്റെതായ ആപത്തുകളില്ലാതെ പോകുന്നുണ്ട്. അവരൊക്കെ വമ്പൻ ഗ്രൂപ്പ് ആവുന്നൊന്നുമില്ല, അവർക്ക് ആപത്തില്ലാതെ പോകുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഞാൻ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അധ്യാപകനായിരുന്നു. അവസാനം 8 വർഷം പ്രിൻസിപ്പലായിരുന്നു. റിട്ടയർ ചെയ്തു. കോവിഡിന് തൊട്ട് മുമ്പ് റിട്ടയർ ചെയ്തു. ഇപ്പം ഒരു സി അക്കാഡമി എന്ന് പറയുന്ന ഒരു സ്ഥാപനം പുത്തൂർ കൊമേഴ്സിൻ്റെതായിട്ട് നടത്തുന്നു. പഠിപ്പിക്കുക എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെ ഒരു ഫീസും ഇല്ലാതെ പഠിപ്പിക്കുന്നു. ഒരു ഇടത്തരക്കാരെ കുറഞ്ഞ ഫീസിൽ പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു അക്കാഡമിക് സെക്ഷനിൽ തുടരണമെന്നാണ് അമ്മയുടെ നാമധേയത്തിൽ എനിക്ക് പറയാനുള്ളത്. അതെ അതാണ്. ഞാൻ പുത്തൂർ താമസിക്കാൻ മോന മൂത്ത മോക്കുള്ള മോൻ. ജഗന്നാഥൻ. ഇപ്പൊ 4.5 വയസ്സ്. ഉണ്ട്. അമ്മയും മോനും അതാണ്ടാ നിൽക്കുന്നത്. ക്ഷേത്രത്തിൽ 2 തരത്തിലെ പൊങ്കാലയുണ്ട്. പേരാണ് എല്ലാ വർഷവും ഇവിടെ കാണാറുണ്ടല്ലേ? ഈ ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന പൊങ്കാല കഴിച്ചിട്ടേ ഉള്ളൂ ഞങ്ങൾക്ക് മറ്റ് കാര്യങ്ങളൊക്കെ.
നല്ലൊരു വ്യാപാരിയല്ലേ? ആ ഒരു ഇടത്തരം വ്യാപാരം അങ്ങനെ പറയാ. അതേ ഉള്ളൂ. നമ്മള് ജീവിക്കാൻ വേണ്ടി ഉള്ള തുച്ഛമായ തുക കിട്ടും. ക്ഷേത്രമൊക്കെ എങ്ങനെ? ക്ഷേത്ര സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും എല്ലാ ചടങ്ങുകളിലും ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്. മോളാണല്ലേ? ആ ഇതാണ് മൂത്ത മോളാണ്. ഇവിടെ വർഷങ്ങൾ കൊണ്ട് പൊങ്കാല ഇടാറുണ്ട്. പിന്നെ ഒരു വിശ്വാസമാണ്, ദേവിയുടെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാകും. കൂടെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. കാരണം എന്ത് പ്രതിസന്ധി വന്നാലും ശരീരം എപ്പോഴും കൂടുള്ള ആളുകളാണ്. ആ ഒരു വിശ്വാസത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. ഇവിടെ നൂറുകണക്കിന് ആൾക്കാര് അവരുടെ സ്വപ്നങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ടാണ് അമ്മയുടെ മുമ്പിൽ ഈ ഒരു പൊങ്കാല സമർപ്പിക്കുന്നത്. അപ്പം എന്നെ പോലുള്ള നിരവധി പേർക്ക് എപ്പോഴും ആശ്രയമാണ് അമ്മ. അത് എല്ലാവരിലും എപ്പോഴും ഉണ്ടാകുന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എല്ലാ വർഷവും പൊങ്കാല ഇടാറുണ്ട്. ഫാമിലിയായിട്ട് ഇടാറുണ്ട്. അമ്മ അവിടെ നിന്ന് പൊങ്കാല ഇടുന്നുണ്ട്. എന്റെ ഒരു ശാന്തി. സ്ഥലം ഇവിടെ പുത്തൂരാണ്. അമ്മ നേർന്നതാ. മോനുണ്ടാവാൻ വേണ്ടി അമ്മ നേർന്നതാ. മോനിപ്പോ 7 വയസ്സ്. മോന്റെ പേര് കാശിനാഥ്. അമ്മയുടെ അന്ന് എന്നെ ഇവിടെ കല്യാണം കഴിച്ചിട്ട് വന്നതാ. അന്ന് മുതൽ നല്ല വിശ്വാസം. ഏതായാലും പുത്തൂർ ദേവി ക്ഷേത്രത്തിൽ ചേരിയിൽ ദേവി ക്ഷേത്ര സന്നിധിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ നിരവധി നൂറുകണക്കിന് ഭക്തരാണ് തിരുപ്പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി പ്രാവശ്യം എത്തിയിരിക്കുന്നത്. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ധാരാളം ഭക്തരെ ഇവിടെ എത്തിയിട്ടുണ്ട്. വിളിപ്പുറത്തുള്ളതായ അമ്മയെ കാണുവാനും അമ്മയുടെ തിരുസന്നിധിയിൽ തിരുപ്പൊങ്കാല സമർപ്പിക്കുന്നതിന് വേണ്ടി വിശ്വാസത്തിന്റെ പേരിൽ ആരാധനയുടെ പേരിൽ ധാരാളം ആൾക്കാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ പൊങ്കാല അർപ്പിക്കാനെന്ന 51 കലത്തിന്റെ പ്രാവശ്യം 2 51 കലത്തിലെ പൊങ്കാല അമ്മയുടെ മുന്നിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി എത്തി പൊങ്കാല അർപ്പിക്കുന്നത്. കാരണം ഇതെല്ലാം ഒരു വിശ്വാസത്തിന്റെ, അമ്മയോടുള്ളതായ വിശ്വാസത്തിന്റെ സമർപ്പണ ബുദ്ധിയോടുകൂടിയുള്ളതായ ഒരു സമർപ്പണ കർമ്മം തന്നെയാണ് പൊങ്കാല അമ്മയുടെ മുന്നിൽ നാനാജാതി മതസ്ഥരും ഈ അമ്മയെ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതായ ഒരിടമാണ് പുത്തൂർ ദേവി ക്ഷേത്രം. Gracias.